Hello dear students, so ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 ജോഗ്രഫി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. മുൻ വർഷത്തെ ഏതെല്ലാം ചോദ്യങ്ങളാണ് ഈ വർഷം റിപ്പീറ്റ് വന്നത്, പുതിയ ഏതെല്ലാം ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ മാറ്റം എല്ലാം വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം കണ്ട ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു. മുൻ വർഷത്തെ എക്സാമുകളിൽ ഒഴിവാക്കിയിരുന്നതായിരുന്നു വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. 2022 വരെ MCQ പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഒന്നും ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഈ വർഷം 1 സ്കോർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതാനാണ് ആദ്യത്തെ സെക്ഷനിലുള്ളത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം പരിശോധിക്കാം. ഐഡന്റിഫൈ ദി കോൺസെപ്റ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പ്രിമിറ്റീവ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് സ്ട്രോങ് ഫോഴ്സസ് ഓഫ് നേച്ചർ. പ്രാകൃത മനുഷ്യ സമൂഹങ്ങളും പ്രകൃതിയുടെ ശക്തമായ ബലങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആശയം ഏത് എന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുകയാണ്. ഉത്തരം പാരിസ്ഥിതിക വിധിവിശ്വാസം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം. അതേ ചാപ്റ്ററിൽ തന്നെ മറ്റ് 2 വാദങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ സാധ്യതാവാദം, നവവിധി വിശ്വാസം. ഈ നവവിധി വിശ്വാസം അല്ലെങ്കിൽ നിയോ ഡിറ്റർമിനിസം ഒരുവിധം എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ അപ്പോൾ അതും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്നിപ്പം പാരിസ്ഥിതിക വിധി വിശ്വാസം ചോദിച്ച സ്ഥിതിക്ക് മറ്റ് ഏതെങ്കിലും വിധി വിശ്വാസം അടുത്ത എക്സാമിന് ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കാണും എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം, പാരിസ്ഥിതിക വിധിവിശ്വാസം. രണ്ടാമത്തെ ചോദ്യം, the South Indian state which has the deposit of monazite, thorium and bauxite clay. monazite, thorium, bauxite clay എന്നിവയുടെ നിക്ഷേപമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഒരു സംശയം വേണ്ട കേരളമാണ്. നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം മോണസൈറ്റ്, തോറിയം എന്ന് കേൾക്കുമ്പോഴേ പിന്നെ ടൈറ്റാനിയം ഉണ്ട്, ഇവയെല്ലാം ബ്ലാക്ക് സാൻഡ് ഡെപ്പോസിറ്റുകളാണ്, ഈ കരിമണൽ നിക്ഷേപമാണ്. അപ്പോൾ കരിമണൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരള തീരമാണ്. അപ്പോൾ കേരളമാണ് അതിന്റെ ഉത്തരം, കേരള. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ദാറ്റ് ട്രാൻസ്ഫോം റോ മെറ്റീരിയൽ ഇൻടു വാല്യുബിൾ പ്രൊഡക്ട്സ്. അസംസ്കൃത വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനം. ഉത്തരം മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപാദനം എന്നാണ്. ഓക്കെ, സോ ഇത് ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈവൻ സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് എഴുതിയാലും ഉത്തരമാണ്. പക്ഷേ കറക്റ്റ് ടേം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, ഉൽപാദനം തന്നെയാണ് കേട്ടോ. ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് എഴുതിയാലും ഏകദേശം കറക്റ്റ് തന്നെയാണ്. കാര്യം ദ്വിതീയ പ്രവർത്തനങ്ങളും മാനുഫാക്ചറിങ്ങും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതാം. പക്ഷേ കറക്റ്റ് ആൻസർ മാനുഫാക്ചറിങ്, ഉൽപാദനമാണ്. സോ അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ മറ്റു ചോദ്യങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ജനറേറ്റ് ഇൻകം. അപ്പോൾ അങ്ങനെ വൺ വേർഡ് ആയിട്ടൊക്കെ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ചാപ്റ്ററായ പ്രാഥമിക പ്രവർത്തനങ്ങൾ, പ്രൈമറി ആക്ടിവിറ്റീസ്, അതിൽ നിന്നും ധാരാളം വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് സ്കോപ്പ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ മാർക്കറ്റ് ഗാർഡനിങ്, കോപ്പറേറ്റീവ് ഫാമിംഗ് മുതലായ ടേമുകൾ, ട്രക്ക് ഫാമിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഇതൊക്കെ ചിലപ്പോൾ വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടേമുകളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് വെച്ചേക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടേക്കിംഗ് ലീസ്റ്റ് ടൈം ഫോർ മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ഗതാഗത മാർഗത്തിന്റെ ഗുണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് ആണ്. ഒരു സംശയം വേണ്ട. കാരണം ലീസ്റ്റ് ടൈം, വളരെ കുറച്ച് സമയമല്ലേ എടുക്കുന്നുള്ളൂ അല്ലേ. ദീർഘദൂര സഞ്ചാരത്തിന് ഏറ്റവും കുറഞ്ഞ സമയം എടുക്കുന്ന ഗതാഗത മാർഗം വ്യോമ ഗതാഗതമാണ്. അപ്പോൾ അതേപോലെ മറ്റേതെങ്കിലും ഗതാഗത മാർഗത്തിന്റെയും ഈ രീതിയിൽ വൺ വേർഡ് ചോദിക്കാം. ഈ എയർ ട്രാൻസ്പോർട്ട് മുൻ വർഷങ്ങളിലെല്ലാം അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്ന് വായിച്ചു വെച്ചേക്കുക. ഇതിപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, 2 അഡ്വാൻറ്റേജ് ഒരു വൺ വേർഡിനായിട്ട് ചോദിച്ചേക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം മൈഗ്രേഷനിൽ നിന്നാണ്. 5ാമത്തെ ചോദ്യം, ദ മൈഗ്രന്റ് ഹു മൂവ് ഔട്ട് ഓഫ് എ പ്ലേസ് ഈസ് കോൾഡ്. ഒരു സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് കുടിയേറി പോകുന്ന വ്യക്തി ഏത് പേരിൽ വിളിക്കും എന്നതാണ്. ഉത്തരം എമിഗ്രന്റ് ആണ്. കാരണം 2023 മോഡലിൽ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു. അതിന്റെ വ്യത്യാസം എഴുതാനായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രൻസ് ഹു മൂവ് ഇൻ ടു എ ന്യൂ പ്ലേസ് ആണ്. പുതിയൊരു സ്ഥലത്തോട്ട് വരുന്ന വ്യക്തിയെ ഇമിഗ്രേഷൻ, ആ പ്രക്രിയ ഇമിഗ്രേഷൻ എന്നും ആ വ്യക്തിയെ നമ്മൾ ഇമിഗ്രന്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇമിഗ്രന്റ് എന്ന് വിളിക്കുന്നു ആ വ്യക്തിയെ. അതായത് പുതുതായിട്ട് ഒരു സ്ഥലത്തോട്ട് വരുന്ന വ്യക്തി. അതേപോലെ പുറത്തോട്ട് പോകുന്നു, ഈ മീൻസ് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രക്രിയ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് എമിഗ്രേഷൻ ആണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തിയെ വിളിക്കുന്നത് എമിഗ്രന്റ് എന്നാണ്. ഓക്കെ, എമിഗ്രന്റ് എന്നാണ് ആ വ്യക്തിയെ വിളിക്കുന്നത്. അകത്തോട്ട് വരുന്ന വ്യക്തിയെ ഇമിഗ്രന്റ് എന്നോ. ഇൻ മൈഗ്രേഷൻ, അതാണ് ഇൻ എന്ന് ആലോചിക്കുക. ഈ എന്ന് പറയുമ്പോൾ എക്സിറ്റ് എന്ന് ആലോചിക്കുക, പുറത്തോട്ട് പോകുന്നു.
അപ്പോൾ ആൻസർ എമിഗ്രേഷൻ എന്നല്ല എഴുതേണ്ടത്, എമിഗ്രന്റ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ആ വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്, ആ വ്യക്തിയെ എമിഗ്രന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിലേക്ക് പോലെ ആദ്യം ചോദിച്ചിരുന്നത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ രണ്ടാമത്തെ സെക്ഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ഒരു 2 വൺ വേർഡ് അവിടെ ചോദിച്ചിരിക്കുന്നു. അതും ഒന്നാമത്തെ ചാപ്റ്ററിലെ തന്നെയാണ്, ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. അതിൽ ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വന്നേക്കുന്ന ഒരു 2 ബ്രാഞ്ചുകളുടെ പേര് എഴുതാനാണ്. ഇന്റർഫേസ് വിത്ത് ദി ഡിസിപ്ലിൻ ഓഫ് ഡെമോഗ്രഫി, മലയാളത്തിൽ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. ജനസംഖ്യാശാസ്ത്ര വിഷയവുമായി സമ്പർക്കമുള്ള മേഖല, ഭൂമിശാസ്ത്ര മേഖല. ഒരു സംശയം വേണ്ട, അപ്പൊ ജനസംഖ്യ എന്നിവിടെ ഉണ്ടല്ലോ, അപ്പോൾ മലയാളംകാർക്ക് എളുപ്പമാണ്. അതിന്റെ കൂടെ ജനസംഖ്യ, ഭൂമിശാസ്ത്രം എന്നും കൂടി എഴുതിയാൽ മതി. ഇംഗ്ലീഷിലാണെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാളം ആ ഒരു തർജ്ജിമയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു മനസ്സിലാവും, അർത്ഥം മനസ്സിലാവും. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ജോഗ്രഫി ആയിരിക്കും? പോപ്പുലേഷൻ ജോഗ്രഫി ആയിരിക്കും. അതേപോലെ ഇപ്പോൾ ഡെമോഗ്രഫിയുടെ ഈ ഉത്തരം എന്താണ്? പോപ്പുലേഷൻ ജോഗ്രഫിയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ എളുപ്പമാണ്. എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രവും ശാസ്ത്ര വിഷയവുമായി സമ്പർക്കമുള്ള മേഖല ഏതാണ്? സാമ്പത്തിക ഭൂമിശാസ്ത്രം, എക്കണോമിക് ജോഗ്രഫി. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഉത്തരമായിരുന്നു. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ജോഗ്രഫി, എക്കണോമിക്സുമായിട്ട് ബന്ധമുള്ളത് എക്കണോമിക് ജോഗ്രഫി. ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഫസ്റ്റ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആ ഒരു ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. ഇങ്ങനെ ഫീൽഡ്, സബ് ഫീൽഡ്, സിസ്റ്റർ ഡിസിപ്ലിൻ. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് നമ്മൾ പറഞ്ഞതാണ് പോപ്പുലേഷൻ ജോഗ്രഫി ഉണ്ട്, അതിന് സബ് ഫീൽഡ് ഇല്ല, ഡയറക്റ്റ് സിസ്റ്റർ ഡിസിപ്ലിൻ ഡെമോഗ്രഫിയാണ്. അപ്പോൾ ഡെമോഗ്രഫിയുമായി ബന്ധമുള്ള ഹ്യൂമൻ ജോഗ്രഫി ബ്രാഞ്ച് പോപ്പുലേഷൻ ജോഗ്രഫിയും, നമ്മൾ നേരത്തെ പറഞ്ഞത് എക്കണോമിക്സുമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധം, ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇതുമായി ബന്ധമുള്ള ബ്രാഞ്ച് എക്കണോമിക് ജോഗ്രഫിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സബ് ഫീൽഡോ സിസ്റ്റർ ഡിസിപ്ലിനോ വെച്ച് ചോദിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 7ാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 2 ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോൾസൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൗമാരക്കാർ നേരിടുന്ന ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുക. വെറും 2 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 2023 ബോർഡ് എക്സാം, കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ തന്നെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, 50 ക്വസ്റ്റ്യൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതിൽ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ഈ മോഡലിൽ. ഇതാണ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ സൊസൈറ്റി അബൌട്ട് അഡോൾസൻസ്, അല്ലെങ്കിൽ കൗമാരക്കാർ ഇന്ത്യയിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇതിനി ഒരു 3 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ ഇപ്പം 3 പോയിന്റ് എഴുതാനല്ല, അവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു 6 പോയിന്റ് എഴുതേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 2 സ്കോർ അവിടെ കിട്ടും. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്ലാസിഫൈ ദി ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ഇംപ്രൂവ്മെന്റിന് സൈസിന്റെ അടിസ്ഥാനത്തിൽ, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ എങ്ങനെ താരതമ്യം ചെയ്യുന്നു, വർഗീകരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇതേ ചോദ്യം കഴിഞ്ഞ വർഷം മോഡലിനും ചോദിച്ചതാണ്, ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധാരാളം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രധാനമായും ബേസിക് ഇൻഡസ്ട്രീസും കൺസ്യൂമർ ഇൻഡസ്ട്രീസും എന്നും എഴുതാം. അതിൽ 2 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 2 എഴുതാം. പക്ഷേ ബേസിക് എന്തായാലും എഴുതാൻ ശ്രമിക്കുക. അടിസ്ഥാന വ്യവസായങ്ങൾ, ഉപഭോക്തൃ വ്യവസായങ്ങൾ എന്ന രീതിയിൽ താരതമ്യം ചെയ്ത് എഴുതാം. അപ്പോൾ പേര് എഴുതി ഒരു എക്സാമ്പിൾ കൂടി എഴുതിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഇതേപോലെ സൈസിന്റെ അടിസ്ഥാനത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈസ്, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ എങ്ങനെ വർഗീകരിക്കുന്നു. അപ്പോൾ ഇതും ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇതേ കണക്കൊക്കെ ചോദിക്കും. അടുത്തത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ട്രാൻസ് ഹ്യൂമൻസ്. എല്ലാ വർഷവും മിക്കപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന്, മോഡലിനോ ബോർഡിനോ ഒക്കെ, ചിലപ്പോൾ ബോർഡിനും മോഡലിനും എല്ലാം റിപ്പീറ്റ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ട്രാൻസ്ഹ്യൂമൻസ്. അപ്പോൾ ഇതും മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നതാണ്. വേനൽക്കാലങ്ങളിൽ സമതലങ്ങളിൽ നിന്നും പർവ്വത പ്രദേശങ്ങളിലേക്കും പ്രദേശങ്ങളിലെ പുൽമേടുകളിലേക്കും, ശൈത്യകാലത്ത് അതേപോലെ തിരിച്ച് പർവ്വത പുൽമേടുകളിൽ നിന്നും സമതലങ്ങളിലേക്കുമുള്ള ഒരു ദേശാടനം, ഒരു പ്രോസസ് ഓഫ് മൈഗ്രേഷൻ ആണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നത്. Okay, the process of migration from mountain areas to plain areas during winter and vice versa, അല്ലെങ്കിൽ plain areas to mountain areas in summer. ഇത് നടത്തുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബക്കർവാൾ, ഗഡ്ഡീസ്, ബോട്ടിയ എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലുള്ള കുറച്ച് നൊമാഡിക് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അവരുടെ പേര് കൂടിയൊക്കെ എഴുതിയാൽ നല്ലത്. 2 മാർക്കിനാണ്, ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ,
10ാമത്തെ ചോദ്യം റൈറ്റ് ദി മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 കോൺസിക്വൻസസ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന രീതിയിൽ ഒരു ചോദ്യം, എയർ പൊല്യൂഷന്റെ പ്രത്യാഘാതങ്ങൾ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കോൺസിക്വൻസ്. ഇപ്പൊ ഇവിടെ സോഴ്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതായത് വായു മലിനീകരണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 ഒക്കെ ഒന്ന് എഴുതുക. അല്ലെങ്കിൽ മെയിൻ സോഴ്സസ് 2, 3, 4 എഴുതിയാലും മതി. കമ്പഷൻ ഓഫ് കോൾ, ഡീസൽ, അതായത് ഫോസിൽ ഫ്യൂൽസിന്റെ കമ്പഷൻ എഴുതാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് എഴുതാം. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ എഴുതാം. സീവേജ് ഡിസ്പോസൽ എഴുതാം. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും ഖനനവും അതുപോലെ തന്നെ വ്യവസായങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക മറ്റ് വായു മലിനീകരണത്തിന് സ്രോതസ്സുകളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരുപാട് പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു 2, 3 പോയിന്റ് എഴുതാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 മോഡലിലും 2023 ബോർഡിലും 2023 ഇംപ്രൂവ്മെന്റിലും റിപ്പീറ്റ് വന്ന ചോദ്യമാണ് ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡ്. അപ്പോൾ ധാരാളം എക്സാമുകൾക്ക് റിപ്പീറ്റ് വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഉഭയകക്ഷി വ്യാപാരവും അതുപോലെ തന്നെ ബഹുകക്ഷി വ്യാപാരവും. അതായത് പേരിൽ തന്നെ വ്യക്തമാണ്. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു രാജ്യങ്ങൾ, ബിറ്റ്വീൻ 2 കൺട്രീസ്, 2 രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാരമാണ് അല്ലേ. 1 കൺട്രി പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ടു അനദർ കൺട്രി, ആ രീതിയിലാണ്. മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോഴോ ഒരു രാജ്യം 2ൽ കൂടുതൽ രാജ്യങ്ങളുമായി നടത്തുന്ന വ്യാപാരമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. എല്ലാ എക്സാമിനും, കഴിഞ്ഞ വർഷം നടന്ന എല്ലാ എക്സാമിനും റിപ്പീറ്റ് വന്ന ഒരു ടോപ്പിക്കായിരുന്നു. ബൈലാറ്ററൽ മാത്രമാണ് 2023 ബോർഡിന് ചോദിച്ചതെങ്കിൽ ഇംപ്രൂവ്മെന്റിനും മോഡലിനും 23 ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ തന്നെ ചോദിച്ചിരുന്നു. 12ാമത്തെ ചോദ്യം ലിസ്റ്റ് ദി 4 അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. സാധാരണ അപ്രോച്ചസ് ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന രീതിയിലാണ്, 4 തൂണുകൾ എന്ന രീതിയിലാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ വട്ടം അതൊന്ന് മാറ്റി അപ്രോച്ചസ്, വിവിധ സമീപനങ്ങൾ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇത് 4 ഉണ്ട്. ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം, ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ മതി. വെൽഫെയർ അപ്രോച്ച്, ക്ഷേമ സമീപനം. അതുപോലെ തന്നെ ബേസിക് നീഡ്സ് അപ്രോച്ച് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യ സമീപനം. പിന്നെ കാര്യശേഷി സമീപനം, കേപ്പബിലിറ്റി അപ്രോച്ച്. അപ്പോൾ 4 അപ്രോച്ചസ് ഉണ്ട്. ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. സാധാരണ പക്ഷേ ഈ ഒരു ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ചോദിച്ചിട്ടില്ല. സാധാരണ ചോദിക്കുന്നത് പില്ലേഴ്സ് ആണ്, തൂണുകൾ, 4 തൂണുകൾ ആണ് സാധാരണ മാനവ വികസനത്തിന്റെ ചോദിക്കാറുള്ളതെങ്കിൽ ഇവിടെ അപ്രോച്ചസ് ചോദിച്ചു. അതൊരു പുതിയ ചോദ്യമായിരുന്നു. അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ 2 ടൈപ്സ് ഓഫ് പോർട്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് തുറമുഖങ്ങളെ വർഗീകരിക്കാമെന്ന്. അതിൽ 2 വർഗീകരണം വരുന്നുണ്ട്. അത് 2 ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് 2023 മോഡലിൽ റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. ഇവിടെ വീണ്ടും അത് വന്നിരിക്കുന്നു. അപ്പോൾ തുറമുഖങ്ങളെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയി തരംതിരിക്കാം. ഉൾനാടൻ തുറമുഖങ്ങൾ, പുറം തുറമുഖങ്ങൾ. ഉൾനാടൻ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻലാൻഡ് പോർട്ടുകളാണ്. കൊൽക്കത്ത, ഇന്ത്യയിലെ കൊൽക്കത്ത പോർട്ടൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. പുറം തുറമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഔട്ട് പോർട്ടാണ്. പുറത്ത് ഗ്രീസിലെ ഏതൻസ് ഒക്കെ പുറം തുറമുഖത്തിന്റെ ഉദാഹരണമാണ്. അപ്പോൾ 2 പേര് എഴുതുക, എക്സാമ്പിൾ എഴുതുക. ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ജസ്റ്റ് എക്സാമ്പിൾ കൂടി നോട്ട് ചെയ്യുക. പേരിൽ തന്നെ വ്യക്തമാണ്. ഇൻലാൻഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോക്ക്ഡ് ആണ്, ഉള്ളിൽ, ഒരു പ്രദേശത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ കൽക്കട്ട പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൽഡിയ പോർട്ട് ഉണ്ട്. അപ്പോൾ ഹാൽഡിയ വഴിയാണ് നമുക്ക് കൊൽക്കട്ട പോർട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കടലിൽ ഉള്ളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോർട്ടുകളാണ് ഔട്ട് പോർട്ട്. ജസ്റ്റ് എന്താണെന്നൊന്ന് എഴുതുക, അല്ലെങ്കിൽ ഈ പേര് മാത്രം എഴുതി എക്സാമ്പിൾ കൂടി എഴുതിയാലും മതി. 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാറ്റഗറൈസ് മൈനിങ് ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഒക്കറൻസ് ഓഫ് ദി ഓർ. അതിന്റെ നിക്ഷേപ രീതിയുടെ അടിസ്ഥാനത്തിൽ ഖനന പ്രവർത്തനങ്ങളെ എങ്ങനെ വർഗീകരിക്കാം. അപ്പോൾ ഖനനം, മൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രൈമറി ആക്ടിവിറ്റീസ്, പ്രാഥമിക പ്രവർത്തനങ്ങളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 2023 ഇംപ്രൂവ്മെന്റിന് ടൈപ്സ് ഓഫ് മൈനിങ് ചോദിച്ചിരുന്നു. വാട്ട് ഈസ് മൈനിങ്, ടൈപ്സ് ഓഫ് മൈനിങ് ആ രീതിയിൽ ചോദിച്ചിരുന്നു. 2022 മോഡലിനും 2022 ബോർഡ് എക്സാമിനും മൈനിങ്ങിൽ നിന്ന് ഇതേപോലെ ടൈപ്സ് തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൈനിങ്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ 2 ടൈപ്പ് മൈനിങ് ഉണ്ട്. ഓപ്പൺ കാസ്റ്റ് മൈനിങ് അല്ലെങ്കിൽ സർഫസ് മൈനിങ്, അല്ലെങ്കിൽ ഉപരിതല ഖനനം, തുറന്ന ഖനനം എന്ന് പറയുന്നു. രണ്ടാമത്തത് അണ്ടർഗ്രൗണ്ട് മൈനിങ്, ക്ലോസ്ഡ് മൈനിങ്. അതിനെ ഭൂഗർഭ ഖനനം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ ഷാഫ്റ്റ് മൈനിങ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. പേരിൽ തന്നെ വ്യക്തമാണ്. സർഫസ് മൈനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, മുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. ഷാഫ്റ്റ് മൈനിങ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഷാഫ്റ്റ് പോലെ അല്ലെങ്കിൽ താഴോട്ട് കുഴിച്ച് ഇറങ്ങി എടുക്കണം. കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഷാഫ്റ്റ് മൈനിങ് ആണ്. അപ്പോൾ 2 തരമുണ്ട്, ഉപരിതല ഖനനവും അതുപോലെ തന്നെ ഭൂഗർഭ ഖനനവും. സർഫസ് മൈനിങ്ങും അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെ ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മീനിങ് ഫുൾ ലൈഫ്. പലർക്കും ഒരു കൺഫ്യൂഷൻ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, 10 8 എഴുതാം, 5 4 എഴുതാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൂൾ ഓഫ് ടൈം മാക്സിമം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അങ്ങനെയുള്ളത് അറ്റൻഡ് ചെയ്യാതെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആൻസർ തെറ്റിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം അർത്ഥവത്തായ ജീവിതത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഇനി വായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ലെങ്കിൽ അത് എഴുതാൻ പോകരുത്. ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല, പക്ഷെ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നു, മീനിങ് ഫുൾ ലൈഫ്. അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ആ ഒരു അടുത്ത പേജുകളിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലെ കറക്റ്റ് ആ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ചാപ്റ്ററിന്റെ ഫ്രണ്ട് ആണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സെക്കൻഡ് പേജിലാണ്, അതാണ്ട് ഇവിടെയാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്, മീനിങ് ഫുൾ ലൈഫ്. ഞാൻ അവിടെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യമായി ഇതൊരു വൺ വേർഡ് ചിലപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, ആശയം കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഡോക്ടർ മഖ്ബൂൽ ഉൽ ഹക്ക് ആണ്. സോ അപ്പോൾ ആ ഒരു പേരൊക്കെ ഡോക്ടർ ഹക്ക് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി മീനിങ് ഫുൾ ലൈഫ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതാണ് ഉത്തരം. അപ്പോൾ NCERT ടെക്സ്റ്റിലെ ആ ചാപ്റ്ററിന്റെ 2ാമത്തെ പേജിൽ അതിന്റെ ഉത്തരം വരുന്നുണ്ട്. ഇനി മലയാളം ഗൈഡ് ഉള്ളവർക്കും ഇതിനകത്ത് ഉത്തരം അതിലുണ്ട്. അപ്പോൾ എന്താണ് അർത്ഥവത്തായ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതിയെടുത്ത് വെക്കാം. ചിലപ്പോൾ ഇനി വൺ വേർഡിനോ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ചോദിച്ചാലോ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം. അപ്പോൾ അർത്ഥവത്തായ ജീവിതം എന്നാൽ ദീർഘകാല ജീവിതം എന്ന് മാത്രമല്ല, അത് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതമായിരിക്കണം. ജനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം. തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും സാമൂഹ്യ കാര്യങ്ങളിൽ പങ്കെടുക്കാനും അവർക്ക് കഴിയണം. ഓക്കെ, സോ ദിസ് മീൻസ് പീപ്പിൾ മസ്റ്റ് ബി ഹെൽത്തി. ഇപ്പോൾ ഒരുപാട് കാലം ജീവിക്കുന്നു, ലോങ് ലൈഫ് ഉള്ളത് കൊണ്ട് മീനിങ് ഫുൾ ലൈഫ് ആവണമെന്നില്ല. മസ്റ്റ് ബി ഹെൽത്തി, ബി ഏബിൾ ടു ഡെവലപ്പ് ദെയർ ടാലൻസ്, പാർട്ടിസിപ്പേറ്റ് ഇൻ സൊസൈറ്റി ആൻഡ് ബി ഫ്രീ ടു അച്ചീവ് ദെയർ ഗോൾസ്. അപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, മാനവ വികസനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ പാർട്ടിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിളും ഒക്കെ NCERT ടെക്സ്റ്റിൽ ഒരു കാർട്ടൂണിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനിങ് ഫുൾ ലൈഫ് എന്താണെന്നൊക്കെ അതിലൊരു പിക്ചറൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവർ ചോദിച്ചത്. സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് 4 പില്ലേഴ്സ് ഒക്കെയാണ് സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക്ക്. ഇവിടെ മീനിങ് ഫുൾ ലൈഫ് ചോദിച്ചു. അപ്പോൾ നേരത്തെ അപ്രോച്ചും ചോദിച്ചു, ഇപ്പോൾ മീനിങ് ഫുൾ ലൈഫ് രണ്ടും ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയുമായിരുന്നു 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ മോഡലിൽ ചോദിച്ചതെങ്കിൽ ഇനി നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജിൽ നിന്നൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ കണ്ടതുപോലെ അതാണ് ഇവിടെ വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിരിക്കുകയാണ് 3 മാർക്കിന്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, റോഡ്, അതുപോലെ തന്നെ എയർ, പിന്നെ വാട്ടർ. ഇപ്പോൾ വ്യോമ ഗതാഗതം, ജലഗതാഗതം, റോഡ് ഗതാഗതം, ഇവ 3ന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചിലപ്പോൾ ഡിസഡ്വാൻറ്റേജസും ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിനൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ടിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചിരുന്നു. ഇവിടെയും നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, ഇതും ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഇംപ്രൂവ്മെന്റ്, 2022 ബോർഡ്, 2022 മോഡലിൽ വാട്ടർ ട്രാൻസ്പോർട്ടിൽ നിന്ന് അഡ്വാൻറ്റേജസ് ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും 2024 മോഡലിലും റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗമാണ്. പിന്നെ മറ്റ് ഗതാഗത മാർഗങ്ങളെ വെച്ച് മലിനീകരണത്തിന്റെ തോത് വളരെ കുറവാണ് എന്ന് എഴുതാം. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, പാരിസ്ഥിതികമായി അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദമായുള്ളൊരു ഗതാഗത മാർഗമാണ്. ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ്, നമുക്ക് ഇന്ധന ക്ഷമതയൊക്കെ ഉള്ള ഒരു ഗതാഗത മാർഗമാണ്. അപ്പോൾ ഈ പോയിന്റുകൾ 3 പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 പോയിന്റ് ഇതിൽ 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 പോയിന്റുകൾ അപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേക്ക് എ ഷോർട്ട് നോട്ട് ഓൺ ഫീച്ചേഴ്സ് ഓഫ് നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ്. അപ്പോൾ ഇതും വീണ്ടും പുതുതായിട്ട് വന്നൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിലൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമായിരുന്നു. നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാന സംസ്കരണം പുറം കരാർ, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയും. ഷോർട്ടായിട്ട് പറഞ്ഞാൽ KPO എന്ന് പറയും. ഇതും നിങ്ങളുടെ ടെർഷറി ആൻഡ് ക്വാട്ടർണറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ തൃതീയ ചതുർത്ഥ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് BPO, ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗും നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ്. അപ്പോൾ 2 KPO BPO ഇത് രണ്ടും ആ ടോപ്പിക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ കറക്റ്റ് NCERT ടെക്സ്റ്റിന്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പേജ് നമ്പർ 51 NCERT ടെക്സ്റ്റ് ഉള്ളവർ പരിശോധിച്ച് പഠിക്കുക. KPO യുടെ ഈ ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് KPO ഇൻഡസ്ട്രീസ് ഡിസ്റ്റിങ് ഫ്രം ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിംഗ്.
ആസ് ഇറ്റ് ഇൻവോൾവ്സ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഈസ് നോളജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഡ്രിവൺ നോളജ് ഔട്ട്സോഴ്സിങ്, അത് ഒരു പോയിന്റ് ആണ്. പിന്നെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KPO enables companies to create additional business opportunity. 3 പോയിന്റ് ആയി. പിന്നെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഒരു 5 എക്സാമ്പിളോളം ഇവിടെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 2-3 എഴുതുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എഴുതാം, ലേണിംഗ് എഴുതാം, ബിസിനസ് റിസർച്ച് എഴുതാം, IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റിസർച്ച് എഴുതാം. മലയാളത്തിലെ പോയിന്റുകളുണ്ട്, നിങ്ങൾ പോസ്റ്റ് ചെയ്ത പോയിന്റ് എഴുതി പഠിക്കാം. അപ്പോൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്നു, വിവരാധിഷ്ഠിതമാണ്, കൂടുതൽ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ, പിന്നെ ലേണിംഗ്, ബിസിനസ്, ഗവേഷണം, ബാങ്കിങ് മേഖലയെല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്, ഉദാഹരണങ്ങളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിലൊരു 3-4 പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതുവരെ അങ്ങനെ ഈ ഒരു ചോദ്യം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സെറ്റിൽമെന്റ് ആൻഡ് അർബൻ സെറ്റിൽമെന്റ്. 2023 മോഡലിലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വർഷം തന്നെ റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെന്റ്സിന്റെ വ്യത്യാസം എഴുതാൻ ചോദിച്ചിരിക്കുന്നു. ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, ഈ ചാനലിൽ തന്നെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലും ഞാൻ ചെയ്തിരുന്ന ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഗ്രാമീണ വാസസ്ഥലങ്ങളും നാഗരിക വാസസ്ഥലങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് പൊതുവെ എഴുതാവുന്ന കുറേ പോയിന്റുകളുണ്ട്, അറിയാവുന്ന പോയിന്റുകളുണ്ട് അല്ലേ. ഒരു സ്ഥലത്ത് പ്രൈമറി ആക്ടിവിറ്റീസ്, പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിൽ, റൂറൽ ഏരിയാസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതെങ്കിൽ അർബൻ ഏരിയാസിലാകുമ്പോൾ ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റി വ്യത്യാസമുണ്ട്. മറ്റ് പ്രവർത്തനങ്ങളിലോട്ട് അവർ ഏർപ്പെടുന്നു. പ്രൊവൈഡ് സർവീസസ്, ഹൈ ഇൻകം, അതുപോലെ തന്നെ സ്ഥലപരിമിതിയൊക്കെ നമുക്ക് അവിടെ കുറവാണ് അല്ലേ. അർബൻ ഏരിയാസിലാകുമ്പോൾ ക്ലസ്റ്റേർഡ് ആണ്. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. അപ്പോൾ തിരക്കേറിയതാണ്, സങ്കീർണമാണ്, സാമൂഹിക ബന്ധം ഔപചാരികമായിരിക്കും എന്നൊക്കെ രീതിയിലുള്ളത് 2 പോയിന്റുകളോടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഇത് റിപ്പീറ്റ് വന്നൊരു ചോദ്യം ആയതുകൊണ്ട് ഒന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ഡ്രൈ ലാൻഡ് ഫാമിംഗ് ആൻഡ് വെറ്റ് ലാൻഡ് ഫാമിംഗ്. 2022 മോഡലിൽ 4 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. 2022 മോഡലിൽ ചോദിച്ചതാണ്. വരണ്ട നില കൃഷിയും ഈർപ്പനില കൃഷിയും. ഇത് ഇന്ത്യയിലെ ടെക്സ്റ്റിലെ അഗ്രികൾച്ചറിൻ്റെ ചാപ്റ്ററിനകത്ത് വരുന്നതാണ്. ലാൻഡ് റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. വരണ്ടനില കൃഷി എന്ന് പറയുമ്പോൾ 76 സെന്റിമീറ്ററിൽ താഴെ വാർഷിക വർഷപാതം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ടനില കൃഷിയെങ്കിൽ, ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നമ്മൾ ഈർപ്പനില കൃഷി, കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈർപ്പനില കൃഷി ചെയ്യുന്നത്. അപ്പോൾ നെല്ല്, ചണമൊക്കെയാണ് ഈർപ്പനില കൃഷി. ധാരാളം ജലം വേണ്ട വിളകൾ എഴുതുക. അതുപോലെ ഈർപ്പനില കൃഷി ആകുമ്പോൾ റാഗി, ബജ്ര പോലുള്ള നമ്മുടെ മില്ലറ്റ്സുകൾ എഴുതാം. അതുപോലെ തന്നെ മറ്റ് അധികം ജലം വേണ്ടാത്തതായിട്ടുള്ള വിളകളുടെ പേരും അവിടെ എഴുതാം. റാബി ക്രോപ്സിൻ്റെ പേര്, വീറ്റൊക്കെ എഴുതാം. അങ്ങനെയുള്ള റാബി ക്രോപ്പ്, റാബി വിളകളുടെ പേരുകളൊക്കെ ഈർപ്പനില കൃഷിയിൽ എഴുതുക. മഴയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 2 കൃഷിയെ തരംതിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റിപ്പീറ്റ് ആണ്. ഐഡന്റിഫൈ ദ സീ റൂട്ട് വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ബിഗ് ട്രങ്ക് റൂട്ട്. ബിഗ് ട്രങ്ക് റൂട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സമുദ്രപാത കണ്ടെത്തുക. അപ്പോൾ ആദ്യം അതിന്റെ പേര് എഴുതണം. സമുദ്രപാതയുടെ പേര് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. മെൻഷൻ എനി 2 ഫീച്ചേഴ്സ്. പിന്നെ 3 മാർക്കിന്റെ ചോദ്യമാണല്ലോ. ബാക്കി 2 മാർക്ക് എന്ന് പറയുന്നത് ആ സമുദ്രപാതയുടെ 2 സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ കൂടി എഴുതിയാൽ മതി. അപ്പോൾ ഇത് 2023 മോഡലിന് റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. ഇനി 2023 ബോർഡിന്, അതായത് കഴിഞ്ഞ വർഷം നടന്ന ബോർഡിന് നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടിന്റെ സവിശേഷത എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രപാത ആണ്. ഇത് ഡയറക്റ്റായിട്ട് 2023 ബോർഡിന് ചോദിച്ചു, ഉത്തര അറ്റ്ലാന്റിക് സമുദ്ര മാർഗത്തിന്റെ പ്രത്യേകതകൾ എഴുതാൻ. ഇവിടെ അത് ബിഗ് ട്രങ്ക് റൂട്ട് എന്ന് പറയുന്ന അതിന്റെ ഒരു നിക് നെയിമിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ചോദ്യം തന്നെയാണ്, 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എഴുതുവാണെങ്കിൽ ഏറ്റവും തിരക്കേറിയ കടൽപ്പാതയാണ് ലോകത്തിലെ. പിന്നെ പടിഞ്ഞാറ് വടക്കേ അമേരിക്കയും കിഴക്ക് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നു. അതായത് 2 വികസിത പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു സമുദ്രപാതയാണ്. അപ്പോൾ ആധുനികമായ തുറമുഖങ്ങളാണ് 2 സൈഡിലും ഉള്ളത് എന്നൊക്കെ എഴുതുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബിഗ് ട്രങ്ക് റൂട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. പിന്നെ എന്താണ് ആ റൂട്ട്, ആ പേരൂടെ എഴുതുക. ഉത്തര അറ്റ്ലാന്റിക് സമുദ്ര മാർഗം എന്നൂടെ എഴുതുമ്പോൾ 3 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഇതാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. അതായത് കുറച്ച് നഗരങ്ങളുടെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണ്. ടൂറിസ്റ്റ് ടൗൺ ഏതാണ്, ഇൻഡസ്ട്രിയൽ ടൗൺ ഏതാണ്, എഡ്യൂക്കേഷൻ ടൗൺ ഏതാണ്, അതായത് വിനോദ നഗരങ്ങൾ ഏത്, വ്യവസായ നഗരങ്ങൾ ഏത്, വിദ്യാഭ്യാസ നഗരങ്ങൾ ഏത്. അത് നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. എന്നിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ റൂർക്കി, ഇപ്പോൾ ഡൗട്ട് തോന്നാം നിങ്ങൾക്ക് റൂർക്കി, അപ്പോൾ അറിയാവുന്നത് ആദ്യം എടുത്ത് എഴുതുക. അപ്പോൾ ബിലായ് നിങ്ങൾ ഇതിനു മുമ്പ് എല്ലാം കേട്ടിട്ടുള്ളതാണ്. ബിലായ് സ്റ്റീൽ പ്ലാന്റ് എല്ലാം വരുന്നതാണ്. അപ്പോൾ ബിലായ് ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. അപ്പോൾ ബിലായ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ബിലായ് ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. അതുപോലെ തന്നെ ജംഷഡ്പൂർ,
ഫേമസ് ആണ്. ടിസ്കോ, ടാറ്റ എനർജി കമ്പനിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ എഴുതാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് ജംഷഡ്പൂരും അതുപോലെ ഭിലായ്. രണ്ടും ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്, വ്യവസായ നഗരങ്ങളാണെങ്കിൽ. ഇനി എഡ്യൂക്കേഷൻ ടൗൺസിലോട്ട് വരുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് അലിഗഡ് ആണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെയുള്ള അലിഗഡ് എഡ്യൂക്കേഷൻ ടൗണിൽ എഴുതാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 1.5 മാർക്ക് കിട്ടി. അര മാർക്ക് വെച്ചാണ് ഓരോന്നിൽ വരുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഉദകമണ്ഡലം എല്ലാവർക്കും ഡൗട്ട് തോന്നാം, പക്ഷേ ഉദകമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയാണ്. അപ്പോൾ ഉദകമണ്ഡലം ഊട്ടി ആയതുകൊണ്ട് തന്നെ അത് ടൂറിസ്റ്റ് ടൗൺ ആണ്. അപ്പോൾ ഉദകമണ്ഡലം നിങ്ങൾക്ക് എവിടെ എഴുതാം? ടൂറിസ്റ്റ് ടൗണിൽ എഴുതാം. ഉദകമണ്ഡലം പോപ്പുലർലി അറിയപ്പെടുന്നത് ഊട്ടി എന്നാണ്, അവിടുത്തെ ലോക്കൽ നെയിം ഉദകമണ്ഡലം. ഇനി റൂർക്കി എന്ന് പറയുന്നത് അതൊരു എഡ്യൂക്കേഷൻ ടൗൺ ആണ്. റൂർക്കിയിലും ധാരാളം സർവകലാശാലകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ റൂർക്കി അവിടെ എഴുതാം. ഇനി നൈനിറ്റാൾ, അപ്പം റൂർക്കി നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാറ്റി നിർത്തിയാലും നൈനിറ്റാൽ, ഷിംലയൊക്കെ നമ്മുടെ ടൂറിസ്റ്റ് ടൗണിൽ വരുന്നതാണ്. അപ്പം നൈനിറ്റാലും ടൂറിസ്റ്റ് ടൗണിൽ എഴുതാം, നൈനിറ്റാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ഉത്തരങ്ങളും കൃത്യമായി എഴുതാൻ സാധിച്ചു. ഇങ്ങനെ അറിയാവുന്നത് ആദ്യം എഴുതിയിട്ട് നിങ്ങൾക്ക് ബാക്കി ഓടായിട്ട് വരുന്നതിനെ ബാക്കിയുള്ളവർക്ക് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു വെച്ചേക്ക്. ഇത് വരുന്നത് ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ ടൗൺസ് ക്ലാസിഫിക്കേഷൻ, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ് എന്ന് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെക്സ്റ്റിൽ വരുന്ന ചാപ്റ്ററിൽ ഉള്ളതാണ്. അപ്പോൾ ആ പേരുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് 2022 ബോർഡിന് ചോദിച്ച ചോദ്യം. സെയിം പാറ്റേൺ തന്നെയാണ്, ഇപ്പോൾ കണ്ട പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ 4 ടൗണുകളുണ്ട്. അപ്പോൾ 4 ഓരോന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ഇതിൽ ന്യൂഡൽഹി ക്യാപിറ്റൽ ആണ്, അപ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ ആണ്. ന്യൂഡൽഹി അവിടെ എഴുതാൻ സാധിക്കും. വീണ്ടും ജംഷഡ്പൂർ ചോദിച്ചിട്ടുണ്ട്. ജംഷഡ്പൂർ ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. ഇനി ഇതിൽ എഴുതാൻ ജാറിയ ഉണ്ട്. ജാറിയ മൈനിങ് ആണ് അല്ലേ, കോൾ മൈനിങ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ജാറിയ മൈനിങ് ടൗണിൻ്റെ അവിടെ എഴുതാം. പിന്നെ വരുന്ന എഡ്യൂക്കേഷൻ ടൗൺ ഉണ്ട്. എഡ്യൂക്കേഷൻ ടൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ വേണ്ട റൂർക്കി വീണ്ടും വരുന്നുണ്ട്. റൂർക്കി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടൗണിൻ്റെ അവിടെ എഴുതാൻ സാധിക്കും. ഇനി മറ്റ് ഇപ്പോൾ തിരുപ്പതി എന്നൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം റിലീജിയസ് ടൗൺ ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ 4 എണ്ണം ജസ്റ്റ് എഴുതിയാൽ മതിയായിരുന്നു. 4 മാർക്കായിരുന്നു അന്ന് ചോദിച്ചത്. ഇതേപോലെ ഈ വർഷം വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് വരാം. അപ്പോൾ ജസ്റ്റ് ആ 4 പേരെടുത്ത് 4 എഴുതേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഇത് 2022 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേ കണക്ക് അപ്പോൾ ഓരോ ടൗണിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചിരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 22ാമത്തെ ചോദ്യം, സജസ്റ്റ് എനി 3 മെഷേഴ്സ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനുള്ള ഏതെങ്കിലും 3 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 മോഡലിനും 2023 ബോർഡിനും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾക്കപ്പോൾ സാധാരണ ഈ വാട്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിസോഴ്സ് വിഭവവുമായി ബന്ധപ്പെട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചോദിക്കാറുണ്ട്. വാട്ടർ റിസോഴ്സ് എങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ മെഷേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും, അതായത് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 3 മാർക്കിന്റെ ചോദ്യമായുണ്ട്. ഫസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അങ്ങനെയുള്ള, അതായത് ഭാവി തലമുറയ്ക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതായത് ഒരുവിധം കൺസർവേഷൻ, പൊതുവായിട്ടുള്ള സംരക്ഷണ മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കനാൽ സിസ്റ്റമാണ് അല്ലേ, വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള പോയിന്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം, അത് കറക്റ്റ് ഉത്തരമാണ്. വാട്ടർ മാനേജ്മെന്റ് പോളിസീസ് കൊണ്ടുവരാൻ സാധിക്കും, അതായത് ജലവിഭവങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുക. അതുപോലെ തന്നെ എൻകറേജ് ടു ഗോ പ്ലാന്റേഷൻ ലൈക്ക് സിട്രസ് ഫ്രൂട്ട്സ്. ഇത് ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ പരിസരത്ത് ഈ ഇത് കണക്കുള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച് മുതലായ ഈ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ ധാരാളം വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള ചെടികൾക്ക്, മുള്ളുള്ള ചെടികൾക്ക് ധാരാളം വെള്ളം ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂഗർഭ ജലത്തിന്റെ അളവൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ വാട്ടർ ലോഗിങ്, സലിനിറ്റിയൊക്കെ റീക്ലെയിം ചെയ്യുക, അതിനെയൊക്കെ പുനഃസ്ഥാപിക്കുക, അങ്ങനെയുള്ള മണ്ണിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ സോയിൽ ഇറോഷൻ തടയുക, നിങ്ങൾക്ക് അഫോറസ്റ്റേഷൻ എഴുതാം, വനവൽക്കരണം എഴുതാം, സോഷ്യൽ ഫോറസ്ട്രി, ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളാണ്. ആഗ്രോ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അഫോറസ്റ്റേഷൻ, വനവൽക്കരണം, പിന്നെ ജലസംരക്ഷണം, അങ്ങനെയുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, എല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ടോപ്പിക്കുകൾ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു 3 പോയിന്റ് എഴുതുക. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കും കൂടി ഈ വിഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഏതെങ്കിലും ഒരു റിസോഴ്സിനെ വെച്ചിട്ട്, ഇവിടെ ഇപ്പോൾ വാട്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്, വാട്ടർ തന്നെ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. 2023 മോഡലിനൊക്കെ വാട്ടർ റിസോഴ്സിനെ എങ്ങനെ നമുക്ക് ചെയ്യാം, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കൊണ്ടുവരാമെന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചേക്കുക, സ്ഥിരമായി ചോദിക്കുക. അല്ലെങ്കിൽ എന്താണ് സുസ്ഥിര വികസനം, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം വീണ്ടും ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് കോപ്പർ ആസ് എ മിനറൽ. ഇപ്പോൾ സെക്കൻഡ് ടേം എക്സാമിന് പെട്രോളിയത്തെ പറ്റി ചോദിച്ചു, പെട്രോളിയം ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന്, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മിനറലിന്റെ യൂസോ അല്ലെങ്കിൽ മിനറലിന്റെ ഡിസ്ട്രിബ്യൂഷനോ ചോദിക്കാറുണ്ട്. അപ്പോൾ കോപ്പർ എന്ന് പറയുമ്പോൾ ചെമ്പ് അല്ലേ, ചെമ്പ് നിങ്ങൾക്ക് അറിയാം. ചെമ്പിന്റെ ഉപയോഗം ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ് കൂടുതൽ കാണുന്നത്, ഇലക്ട്രിക്കൽ വയറിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ വയറുകളിലും ഇലക്ട്രിക് മോട്ടോറുകളിലും ട്രാൻസ്ഫോമറുകളിലും ജനറേറ്ററുകളിലും എല്ലാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് കോപ്പർ. ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ മെറ്റൽ ഇൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ഫോർ വയേഴ്സ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ജനറേറ്റേഴ്സ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഫൈൻഡ് ഔട്ട് യൂസ് ഓഫ് കോപ്പർ ഒരു 3 പോയിന്റ് എഴുതുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു 3 പോയിന്റ് ആയിട്ട് ഇത് എഴുതുക. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ചെമ്പ് മറ്റ് ലോഹങ്ങളുമായി കൂട്ടിച്ചേർക്കാനും അതുപോലെ തന്നെ അത് ആഭരണങ്ങൾക്ക് ഉറപ്പ് വരുത്താനൊക്കെ നമ്മൾ അലോയ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുക, അതിനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. അപ്പോൾ കോപ്പർ ചോദിച്ച കണക്ക് നിങ്ങൾ ബാക്കി ബോക്സൈറ്റ്, മൈക്കയും സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൈക്ക. അതുപോലെ തന്നെ പെട്രോളിയം ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കുക. ആ ചാപ്റ്ററിൽ അയണൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം, അയണോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതും. അപ്പോൾ കോപ്പർ, മൈക്ക, ബോക്സൈറ്റ് ഇവയുടെയൊക്കെ ഉപയോഗം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഇവയുടെ ഡിസ്ട്രിബ്യൂഷൻ, കോപ്പർ എന്ന് കേൾക്കുമ്പോഴേ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ, രാജസ്ഥാനാണ് കോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്. കുടിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗാർഹിക വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗാർഹിക വ്യവസായങ്ങളിൽ ഏതെങ്കിലും 3 പ്രത്യേകതകൾ എഴുതുക. ഇതും ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്നൊരു ചോദ്യമാണ്. മുൻ വർഷങ്ങളിൽ 2023 ഇംപ്രൂവ്മെന്റിന് സൈസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് ചോദിച്ചിരുന്നു. വൻകിട വ്യവസായം, ചെറുകിട വ്യവസായം. അപ്പോൾ അതിന്റെ 3ാമത് വരുന്നതാണ് ഈ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗാർഹിക വ്യവസായം. ഇവിടെ ഏതെങ്കിലും ഒരു 3 പോയിന്റ് എഴുതിയാൽ മതി. സ്മോൾ ഇൻ സൈസ് ആണ്. അതുപോലെ തന്നെ ലോക്കൽ റോ മെറ്റീരിയൽസ്, അതായത് പ്രാദേശികമായി കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഇവ ഉപയോഗിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ്, അതായത് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും അവിടെ തൊഴിലാളികളായി നിൽക്കുന്നത്. പിന്നെ ഡസ് നോട്ട് റിക്വയർ ഹ്യൂജ് ക്യാപിറ്റൽ, വൻതോതിലുള്ള ഒരു മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ കറക്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ എഴുതുക. നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ കറക്റ്റ് പോയിന്റുകൾ. ഇപ്പോൾ കോട്ടേജ് ഇൻഡസ്ട്രി ചോദിച്ച സ്ഥിതിക്ക് ഇനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ കണക്ക് പോയിന്റ് എഴുതാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മെൻഷൻ ദി അഡ്വാൻറ്റേജസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. 2022 ബോർഡ് എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്താണ് മഴവെള്ള ശേഖരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഴവെള്ള കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ മഴവെള്ള കൊയ്ത്തിൽ നിന്ന് ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. Increases water availability, checks the declining groundwater table, improves quality of groundwater, prevents soil erosion and flooding. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു 3-4 പോയിന്റ് എഴുതുക. ചെലവ് കുറഞ്ഞ മാർഗമാണ്, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കമൊക്കെ തടയുന്നു, ജലലഭ്യത വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ചും ഭൂഗർഭ ജലം അതിൻ്റെ അളവ് ഉയർത്താനും എല്ലാം ഇത് സഹായിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു 3-4 പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെഷനിൽ വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ചോദ്യമായിട്ട് വരുന്നത് സജസ്റ്റ് എനി 3 മെഷേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പോപ്പുലേഷൻ കൺട്രോൾ. ജനസംഖ്യാ നിയന്ത്രണത്തിന് സഹായമാകുന്ന ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയറക്റ്റ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങൾ, പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ കുടുംബാസൂത്രണം, ഫാമിലി പ്ലാനിങ് എഴുതാം, ഗർഭനിരോധന ഉപാധികളുടെ സൗജന്യ വിതരണം എഴുതാം, സ്ത്രീകളുടെ ആരോഗ്യ പരിചരണത്തിന് മുൻതൂക്കം നൽകുക, അതുപോലെ വലിയ കുടുംബങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, ഓക്കെ, ടാക്സ് ഡിസൻറ്റീവ്സ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊപ്പഗാൻഡ ആൻഡ് ഇംപ്രൂവിങ് ദി വിമൻസ് ഹെൽത്ത്, അതുപോലെ ഫാമിലി പ്ലാനിങ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. അതിപ്പോൾ ഇവിടെ 3 പോയിന്റ് ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റ് എഴുതുക. ഇനി അടുത്ത 4 മാർക്കിന്റെ സെക്ഷനാണ്. 4 മാർക്കിൽ ആദ്യം ചോദിക്കുന്നത് ലിസ്റ്റ് ദി ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, എക്സ്പ്ലെയിൻ എനി വൺ, ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഏതെല്ലാമെന്ന് എഴുതുക. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം റിപ്പീറ്റ് വന്ന ഒരു ടോപ്പിക്കാണ്. 2023 ബോർഡ്, 2023 മോഡല്, 2022 മോഡല്, 2022 ബോർഡ്. ഓക്കെ, എല്ലാ ബോർഡ് മോഡലിനും റിപ്പീറ്റ് വരുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ ആണിത്.
ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഇതും നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ 4 വരുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ലാൻഡ് ഫോംസ്, ക്ലൈമറ്റ്, സോയിൽ. അതായത് ജലത്തിൻ്റെ ലഭ്യത, ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ഇതൊക്കെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇതിനെ ആശ്രയിച്ച് ജനസംഖ്യാ വിതരണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടർ എഴുതിയിട്ടുണ്ട് അല്ലേ. പണ്ട് പോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്കാരങ്ങളെല്ലാം ഉറവെടുത്തതെല്ലാം നദീതീരത്താണ്. അപ്പോൾ അതെല്ലാം ജലത്തിൻ്റെ ലഭ്യത അനുസൃതമാക്കിയിട്ടാണ് ഈ പറഞ്ഞ കണക്ക് സംസ്കാരങ്ങൾ എല്ലാം നിലവിൽ വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിന് ഉപയോഗിച്ചിരുന്നു. റിവർ വാലീസ്, അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായി ഈ പറഞ്ഞ നദീതീരങ്ങളും ഒക്കെ വന്നത് എന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഏതെങ്കിലും ലാൻഡ് ഫോമോ ക്ലൈമറ്റ് ഏതെങ്കിലും ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ഇതേപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ കൂടുതലും ചാൻസ് ചോദിക്കുന്നത് ജോഗ്രഫിക്കലാണ്. പിന്നെ ഒരു വർഷം എക്കണോമിക് ഫാക്ടറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 ഇംപ്രൂവ്മെന്റിന് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഇതേ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം ഉണ്ട് എന്നത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചോദ്യം, ഇന്റർനെറ്റിന്റെ ഉപയോഗത്തെ പറ്റി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്. ഇന്റർനെറ്റിനെ പറ്റി ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണാം. അപ്പോൾ അതൊന്ന് വായിച്ച് വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ സൈബർ സ്പേസ് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ വ്യക്തിപര ആശയവിനിമയ വ്യവസ്ഥയുടെ ഏറ്റവും ഫലപ്രദം ഇന്റർനെറ്റ് ആണ്. കാരണങ്ങൾ കണ്ടെത്തുക. ഇത് 4 മാർക്കിന്റെ ചോദ്യമാണപ്പോൾ നിങ്ങൾ ഒരു പുറം എന്തായാലും എഴുതണം. ഇന്റർനെറ്റിനെ പറ്റി മാക്സിമം ഒരു വാല്യൂ പോയിന്റ്സ് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ മലയാളം ഗൈഡിലും എല്ലാം പോയിന്റുകളുണ്ട്. ഇന്റർനെറ്റിനെ പറ്റി നിങ്ങൾ സ്വന്തമായി എഴുതാതെ കുറച്ചൊക്കെ പോയിന്റുകൾ കൃത്യമായി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ സൈബർ സ്പേസിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ മലയാളം ഗൈഡിൽ സൈബർ സ്പേസ് എന്നൊക്കെ ഉള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പോയിന്റുകളെന്ന് ഒരു 4 പോയിന്റ് വാല്യൂ പോയിന്റ് എഴുതി വെച്ച് പഠിക്കുക. അതിനെ നിങ്ങൾ പിന്നീട് അതിനൊരു വിപുലീകരിച്ച് എഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യം, റൈറ്റ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റെയറിംഗ്. ഇത് പുതുതായിട്ട് ചോദിച്ച ചോദ്യമാണ്. സാധാരണ ഈ ഒരു ചോദ്യം അങ്ങനെ കണ്ടു വന്നിട്ടില്ല. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനും മാർക്കറ്റ് ഗാർഡനിങ്ങും ഒക്കെ 2023 ഇംപ്രൂവ്മെന്റിനും, ട്രക്ക് ഫാമിങ്ങും ഫാക്ടറി ഫാമിങ്ങും 2022 ബോർഡിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള മൃഗപരിപാലനത്തെ പറ്റി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇതിന് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ടെക്സ്റ്റിലൊക്കെ ഉള്ള പോയിന്റ് ആണ്. പടിഞ്ഞാറൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥിര മേച്ചിൽപ്പുറങ്ങൾ നടത്തി വരുന്നു. കാര്യം വാണിജ്യ അടിസ്ഥാനത്തിലുള്ളത് കൊണ്ട് അവർ മൃഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കന്നുകാലികളെ കൊണ്ട് അവർ സഞ്ചരിക്കാറില്ല എന്നതാണ്. നൊമാഡിക് ഹെർഡിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. പിന്നെ മാംസം, കമ്പിളി, രോമം, തുകൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയപരമായി സംസ്കരിച്ച് ലോകത്തിലെ വിവിധ കമ്പോളങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ, വാണിജ്യ അടിസ്ഥാനത്തിൽ മൃഗപരിപാലനം നടത്തുന്നതാണ്. ആ പേരിൽ തന്നെ അത് വ്യക്തമാണ്. പിന്നെ പടിഞ്ഞാറൻ സംസ്കാരം, വെസ്റ്റേൺ കൾച്ചറാണ്. അങ്ങനെ കൂടുതലും ഡെവലപ്ഡ് ഏരിയാസിൽ, വികസിത രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഇതിൽ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അർജന്റീന ഇപ്പൊ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 4 മാർക്കിനാണ് 4 വാല്യൂ പോയിന്റും അതിനെ ഒന്ന് വിപുലീകരിച്ച് എഴുതാനും ശ്രമിക്കുക. ഈ ലാസ്റ്റ് 30ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാപ്പിന് മുമ്പുള്ള ചോദ്യം എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ 4th ഫേസ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇത് 2023 ബോർഡിനും 2022 ബോർഡിനും ഇതേപോലെ, അതായത് 4 ഫേസ് ഏതെല്ലാമാണ്, ഏതെങ്കിലും ഒരു ഫേസ് എക്സ്പ്ലെയിൻ ചെയ്യാന്നോ. 4th ഫേസ് തന്നെ 2022 ബോർഡിനും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ 4th ഫേസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാര്യം ലാസ്റ്റ് ഫേസ് ആണ്. ഇപ്പോഴും ടിൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ 4 ഫേസുകൾ ഏതെല്ലാമാണെന്നൊന്ന് പഠിച്ചു. കാര്യം 4 പഠിച്ചാലേ നിങ്ങൾക്ക് ഏതെങ്കിലും 1ഓ 2ഓ ഒക്കെ ചിലപ്പോൾ ചോദിച്ചാലും എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ 4ാം ഘട്ടം എന്ന് പറയുന്നത് ജനസംഖ്യാ വളർച്ച നിരക്ക് ഉയർന്നു നിന്നെങ്കിലും ക്രമേണ കുറയുന്ന ഒരു ഘട്ടമാണ്. പിന്നീട് ജനനനിരക്ക് നിരക്ക് കുറയുന്നതെന്നും ശരാശരി ബാക്കി വിവാഹപ്രായം ഉയർന്നു, ജീവിത നിലവാരം മെച്ചപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. 4 ഘട്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന രീതിയിൽ 4 മാർക്കിന് ചോദിക്കുക. അപ്പം 4നെ പറ്റി ഒരു 2 പോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പൊ 4ാം ഘട്ടം മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ഘട്ടവും എഴുതേണ്ട ആവശ്യമില്ല. 4ാം ഘട്ടം മാത്രം എഴുതിയാൽ മതി. പക്ഷെ ആ ഒരു കാലഘട്ടവും അവിടെ ഉണ്ടായ മാറ്റം, ലാസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് വരുന്ന ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 4ാം ഘട്ടമാണ് 2 ഘട്ടം ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ 4 ഘട്ടം നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ 4ാം ഘട്ടത്തെ ഒന്ന് വിശദീകരിച്ചേക്കുക. കാരണം ചോദ്യം 4ാം ഘട്ടത്തെ പറ്റിയാണ്. അപ്പോൾ 4th സ്റ്റേജിനെ നല്ല രീതിയിൽ ഒന്ന് പോയിന്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി 31st ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മാപ്പ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ലെ, ഇതിലെ ഉത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ എന്ന് പറയുന്നത് ലിഗ്നൈറ്റ് ഫീൽഡ് ഇൻ തമിഴ്നാടു. ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നത് ലിഗ്നൈറ്റ് ഫീൽഡ് ഇൻ തമിഴ്നാടു ആണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ലിഗ്നൈറ്റ് കോളിന്റെ ഒരു വകഭേദമാണ് ലിഗ്നൈറ്റ് ഫീൽഡ്. ഉത്തരം
നെയ്വേലിയാണ്. ഓക്കെ, ചെന്നൈയുടെ കുറച്ച് താഴെയാണ്. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്യുക. എയുടെ ഉത്തരം നെയ്വേലിയാണ്. നെയ്വേലി. ഓക്കെ, നെയ്വേലിയാണ് ഉത്തരം. അടുത്തത് പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാനദി ഡെൽറ്റ. അപ്പോൾ ഒഡീഷയാണ്, ഈ ഒഡീഷയിൽ വരുന്നതാണ്. അപ്പോൾ ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ ഈ കടലിനോട് ചേർന്ന്, ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ട് എഴുതുക. ഉത്തരം പാരദീപ്. സ്റ്റേറ്റ് പ്രൊഡ്യൂസേഴ്സ് 2/3 ഓഫ് കോഫി ഇൻ ദി കൺട്രി. കർണാടകയാണ് ഉത്തരം. അതാണ് കേരളത്തിന്റെ ജസ്റ്റ് മുകളിൽ എവിടെയെങ്കിലും, കർണാടകയിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി. കർണാടകയാണ് സിയുടെ ഉത്തരം. കർണാടക. കോഫി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടകയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഓഫ് ഷോർ പെട്രോളിയം മൈൻ ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര കോസ്റ്റ്. അപ്പോൾ ഓഫ് ഷോർ ആണ്, അപ്പോൾ കടലിൽ മാർക്ക് ചെയ്യുക. മഹാരാഷ്ട്ര ഇതാണ്, ഈ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുറത്തായിട്ട്, ഇപ്പോൾ ഒരുപാട് ദൂരം വേണ്ട, കുറച്ച് അടുത്തായിട്ട് മാർക്ക് ചെയ്യുക, കടലിൽ മാർക്ക് ചെയ്യുക. ബോംബെ ഹൈ അല്ലെങ്കിൽ മുംബൈ ഹൈ. ഓക്കെ, പണ്ട് ബോംബെ ഹൈ എന്ന് അറിയപ്പെട്ടിരുന്നു, ഇപ്പം മുംബൈ ഹൈ ആണ് ആൻസർ. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. നെയ്വേലിയൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, മുംബൈ ഹൈയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പ് നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ആണ്, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഇൻ കേസ് മാപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ബാക്കി 4 എഴുതാം. പക്ഷേ മാപ്പ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെ മറ്റ് ചോദ്യങ്ങളെക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം. മാപ്പിൻ്റെ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. സോ ഇത്രയുമായിരുന്നു നമ്മുടെ മോഡലിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ വൃത്തിക്ക് അതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.